പ്രതികരിക്കാൻ അവകാശമുണ്ട്, പ്രതിഷേധിക്കാൻ അവകാശമുണ്ട്, പ്രക്ഷോഭം നടത്താൻ അവകാശമുണ്ട്, കലാപം നടത്താൻ അവകാശമില്ല. വളരെ ക്ലിയറാണ്, ക്രിസ്റ്റൽ ക്ലിയറാണ് ഭരണഘടന, ക്രിസ്റ്റൽ ക്ലിയറാണ്. ഓരോ സമരം കഴിയുമ്പോഴും പോലീസ് സേനയും പട്ടാള സേനയും അത്യാധുനികമായ ഉപകരണങ്ങൾ വാങ്ങും. അതെല്ലാം പ്രയോഗിക്കാനല്ല, അത് മനസ്സിലാക്കുക. ഈ വാങ്ങുന്നതെല്ലാം പ്രയോഗിക്കാനല്ല, കുറച്ചൊക്കെ വാങ്ങിയെന്ന് പേടിപ്പിക്കാനും ചിലതിലൊന്ന് ഒന്നോ രണ്ടോ പരിപാടിയിൽ പ്രയോഗിക്കാനും അങ്ങനൊരു ഭീതി, ഇത് നമ്മൾ പോയാൽ അടി കിട്ടും, ബുള്ളറ്റ് ബാറ്റ് കൊണ്ട് അടി കിട്ടും, അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് പറയുന്ന ഒരു ഭയം ഉണ്ടാക്കാനും അത്യാവശ്യം പ്രയോഗിക്കാനുമൊക്കെയാണ് ഈ അത്യാധുനിക ഇപ്പോൾ ഇന്ത്യക്ക് എന്തുമാത്രം യുദ്ധോപകരണങ്ങളുണ്ട്. ഇതൊക്കെ ഉല്ലാസം രാവിലെ എടുത്ത് പ്രയോഗിക്കാനാണോ? എല്ലാ രാജ്യങ്ങൾക്കും യുദ്ധോപകരണങ്ങൾ വാങ്ങിച്ചു കൂട്ടുകയാണ്, അതെല്ലാം രാവിലെ പ്രയോഗിക്കൂ, ഒന്നുമില്ല. പക്ഷേ ഒരു പ്രിക്കോഷൻ എന്നുള്ള നിലയിൽ ചെയ്യും. അതുപോലെ രാജ്യത്തെ പോലീസ് സംവിധാനം അത് പ്രത്യേകിച്ച് ക്യാപിറ്റൽ സിറ്റികളിലേക്ക് പോലീസ് സംവിധാനം അത്യാധുനികവൽക്കരിച്ചുകൊണ്ട് പോകും. ഇപ്പോൾ ഫേസ് ക്യാപ്ചറിങ്, പിന്നെ അതുപോലെ തന്നെ പേനയിൽ ലാത്തിയിൽ വരെ ക്യാമറ വയ്ക്കുന്ന പുതിയ കാലമാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഒരു വണ്ടി വന്ന് കിടന്നാൽ അത് ഫേസ് ക്യാപ്ചർ ചെയ്യും, സമരത്തിന് വരുന്നവരുടെ ആളുകളുടെ ഫേസ് ക്യാപ്ചർ ചെയ്യും. അത്യാധുനികമായ കാര്യങ്ങൾ ചെയ്യും. അത് ചെയ്യരുതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇന്ത്യൻ ഭരണഘടന ഒരു കലാപത്തിനും അനുവാദം തരുന്നില്ല, കോടതി അനുവദിക്കത്തില്ല, ഒരു ഭരണകൂടം അനുവദിക്കത്തില്ല. എന്നാൽ സമാധാനപരമായ സമരം നടക്കുമ്പോൾ സമരം ചില സമയത്ത് സംഘർഷത്തിലേക്ക് പോകും, തീർച്ചയായിട്ടും പോകും. അപ്പോൾ അതിന് കേസ് വരും, സ്വാഭാവികം. പൊതുമുതൽ നശിപ്പിച്ചാൽ വലിയ കേസ് വരും, ബലാത്സംഗം ചെയ്താൽ വീണ്ടും വലിയ കേസാവും, ആരെങ്കിലും മരിച്ചുപോയാൽ അതും കേസാവും, വെടിവെപ്പ് പറയാത്ത രീതിയിലോ അല്ലെങ്കിൽ കൃത്യമായ നിയമപരമായ അല്ലാത്ത രീതിയിലുള്ള വെടിവെപ്പ് വന്നാൽ ഉത്തരവൊന്നും കറക്റ്റ്, ഇപ്പോൾ കളക്ടറുടെ ഉത്തരവ് വേണം, വളരെ കൃത്യമായ ഉത്തരവുകൾ വേണം. കൃത്യമായ ഉത്തരവുകളില്ലാതെ വെടിവെപ്പ് നടത്തിയാൽ വെടിവെപ്പ് നടത്തുന്ന ഉദ്യോഗസ്ഥകത്താവും. അങ്ങനെ എല്ലാ ഭാഗത്തും വളരെ കൃത്യമായ നിയതവും ജാഗ്രതയുള്ള നിയമങ്ങളുള്ളൊരു ഭരണഘടനയുള്ള രാജ്യത്താണ് നമ്മൾ താമസിക്കുന്നത്. അത് കുട്ടികൾക്കും ബാധകമാണ്, കുട്ടികളെയും പറഞ്ഞ് മനസ്സിലാക്കിക്കേണ്ടതുണ്ട്. ഇപ്പം ഡൽഹി സമരം നടന്നു, വളരെ സന്തോഷം. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു, വളരെ വളരെ സന്തോഷം. പക്ഷെ അതിൻ്റെ മറവിൽ വേറെ ചില കാര്യങ്ങൾ അവിടെ നടന്നു, അനാശാസ്യ പ്രവർത്തനങ്ങൾ അവിടെ നടന്നു, ആശ്വാസകരമല്ലാത്തൊരു സമരത്തിന് ആശ്വാസകരമല്ലാത്ത പല പ്രവർത്തനങ്ങൾ അവിടെ നടന്നു. 2000 പേരിൽ കേസ് വന്നിരിക്കുന്നു. അതിൽ മർഡർ അറ്റംപ്റ്റ് കേസുണ്ട്, മർഡർ കേസുണ്ട്, റേപ്പ് അറ്റംപ്റ്റ് കേസുണ്ട്, പിന്നെ അതുപോലെ തന്നെ തുടങ്ങിയ നിരവധി കേസുകളുണ്ട്. നമുക്കെന്താ ചെയ്യാൻ പറ്റുക? അത് അതിൻ്റെ മെരിറ്റിൽ പോകുകയുള്ളൂ. സുപ്രീം കോടതിയും പറഞ്ഞ് അങ്ങനെ തന്നെയാണ്, അതിനൊരു മെരിറ്റുണ്ട്, ആ മെരിറ്റിലേ പോകാൻ പറ്റൂ. അതിനിപ്പോൾ CJP അല്ല, സാക്ഷാൽ രാമൻ വന്നാൽ പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല. കോടതിക്ക് കോടതിയുടെ രീതികളുണ്ട്, നാട്ടിൽ IPCയും CRPCയും ഭാരതീയ ന്യായ സംഹിതയും പറയുന്നതിന് അതിൻ്റെ രീതികളുണ്ട്. അതുകൊണ്ട് സമാധാന സമരം കലാപമാകുമ്പോൾ കേസ് വരും, അത് പ്രക്ഷുബ്ധമായാൽ കേസ് വരും. പ്രക്ഷുബ്ധമാക്കുന്നത് ചിലപ്പോൾ പോലീസായിരിക്കും, ചിലപ്പോൾ ഈ സമരത്തിന് വരുന്നവരായിരിക്കും. സമരത്തിന് വരുന്നവരും പ്രക്ഷുബ്ധമാക്കും, ചിലപ്പോൾ പോലീസും പ്രക്ഷുബ്ധമാക്കും. എന്തായാലും പ്രക്ഷുബ്ധമാകുമ്പോൾ ഇതനുസരിച്ച് പ്രശ്നങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സമരക്കാരും ജാഗ്രതയും പോലീസും ജാഗ്രതയും. സമരക്കാർ ജാഗ്രത എടുക്കേണ്ടത് പരമാവധി സമാധാനപരമായ സമരത്തിലേക്ക് പോകാൻ നോക്കണം. പരമാവധി അണ്ണാ ഹസാരെ മോഡലുള്ള സമരങ്ങളിലേക്ക് പരമാവധി പോകണം. പക്ഷേ സമരം ഒരു ഘട്ടം കഴിയുമ്പോൾ കുറച്ച് ബഹളവും പിക്കറ്റിങ്ങും സംഘർഷവും തള്ളും മുന്തുമൊക്കെ നടക്കും. അത് ഒരു പരിധിക്ക് വിട്ടുപോകാതിരിക്കാൻ, കലാപത്തിലേക്ക് പോകാതിരിക്കാൻ പ്രക്ഷോഭം നടത്തുന്നവർ, പ്രക്ഷോഭകാരികൾ ശ്രമിക്കണം, പോരാട്ടക്കാർ ശ്രമിക്കണം. പിന്നെ അനാവശ്യമായി പ്രക്ഷോഭത്തിന് വരുന്നവരെ തുടക്കത്തിലെ അവരെ പ്രകോപിപ്പിച്ച് വഷളാക്കാൻ, ആടിനെ പട്ടിയാക്കാനുള്ള പരിപാടി പോലീസ് ചെയ്യരുത്. കാരണം അവർ കുട്ടികളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവർ അത്ര വലിയ വകതിരിവൊന്നുമുള്ള പ്രായമൊന്നുമായിട്ടില്ല, പക്വതയൊന്നുമില്ല. ഇങ്ങോട്ട് തള്ളിയാൽ അങ്ങോട്ടും തള്ളും, അങ്ങോട്ട് തള്ളിയാൽ ഇങ്ങോട്ടും തള്ളും. കുട്ടികളാണവർ. അവർ ആഘോഷിക്കും, അവർ ബഹളം ഉണ്ടാക്കും. നമ്മൾ കണ്ടില്ലേ, മറ്റേ കേരളത്തിൽ നമ്മളെ വരുണുണ്ടല്ലോ, വെള്ളം ചീറ്റുന്ന സാധനം, അത് ചീറ്റിയപ്പോൾ കുട്ടികൾ മറ്റേ ദേവദുന്ദിഫതൻ നൃത്തമാടിയതുപോലെ മറ്റേ ഋഷ്യശൃംഗൻ വന്നപ്പോൾ വൈശാലി ഈ ഋഷ്യശൃംഗനുമായിട്ട് ബന്ധപ്പെടുത്തി മഴ പെയ്തപ്പോൾ ജനങ്ങൾ സമരം ചെയ്താണ്ടില്ല, ആഹ്ലാദിച്ചാണ്ടില്ലേ, അതുപോലെ ആഹ്ലാദിക്കുക നമ്മളെ പിള്ളേർ ഡൽഹി സമരത്തിൽ. കാര്യം വെള്ളം അടിച്ചു വരുമ്പോൾ അവർ ദൂരോട്ട് മാറി നിന്ന് അതിൽ ആസ്വദിക്കുകയാണ്. അത് സമരമല്ല, പക്ഷേ കുട്ടികളാണവർ. അവർ അതുകൊണ്ട് അത് ചെയ്യും എന്ന് മനസ്സിലാക്കി വേണം നമ്മുടെ പോലീസ് സംവിധാനവും നീതിന്യായ സംവിധാനവും ഇടപെടാൻ. രണ്ട് കൂട്ടരുടെ ഭാഗത്തുനിന്ന് പക്വത വേണം. കുട്ടികളെ കൊണ്ടുവരുന്ന മുതിർന്നവരും ഇത് ആലോചിക്കണം. കളി വിട്ട് കൈവിട്ട് പോയാൽ തീക്കളിയാണ്, പിന്നെ ആര് പിടിച്ചാലും നിൽക്കില്ല.
ലോകത്ത് 1950 അമേരിക്കയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭം മുതൽ നാളിതുവരെ ടിയാൻമെൻ സ്ക്വയറിലെയും 69 ഫ്രാൻസിലെയും തുടങ്ങി പിന്നെ ബംഗ്ലാദേശിലെയും പിന്നെ അതുപോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ തന്നെ ഇതിനകത്ത് ചെയ്തിരുന്നു. വിവിധ ഭാഗങ്ങളിൽ നടന്ന ഒരുപാട് സമരങ്ങൾ, വിദ്യാർത്ഥി സമരങ്ങളുണ്ട്, പ്രക്ഷോഭങ്ങളുണ്ട്. 10,000 ലക്ഷങ്ങൾ മരിച്ച പ്രക്ഷോഭങ്ങളുമുണ്ട്, വളരെ ചെറിയ പ്രക്ഷോഭങ്ങളുമുണ്ട്. അതുകൊണ്ട് പ്രക്ഷോഭത്തിൻ്റെ രൂപവും ഭാവവും മാറ്റാതെ പ്രശ്നപരിഹാരത്തിനാണ് ഭരണകൂടവും സമരം ചെയ്യുന്നവരും ശ്രമിക്കേണ്ടത്. അത് നാളത്തെ തലമുറയിൽ വലിയ പ്രതിഷേധവും ബഹളവും ഉണ്ടാക്കുന്ന രീതിയിൽ ഓണത്തിൻ്റെ ഇടയിൽ പുട്ടുകച്ചവടം നടത്തുന്ന, തീ പിടിക്കുമ്പം വാഴ വെട്ടുന്ന ഒരു സംസ്കാരം പാടില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത്. തീവ്രവാദികളും അല്ലാത്തവരും അർബൻ നക്സലൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്, അർബൻ നക്സലൈറ്റ് നല്ലതോ ചീത്ത അത് വേറെ ചർച്ച ചെയ്യാം നമുക്ക്. അങ്ങനെയുള്ള എല്ലാവരും വരുന്ന ഒരു സമരമായി ഇതിനെ മാറ്റി അതിനകത്ത് കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെ നിറഞ്ഞ് മോഷണം നടക്കുന്നു, ബലാത്സംഗം നടക്കുന്നു, പരമാവധി സ്ത്രീകളെ ഉപദ്രവിക്കുന്നു, കുട്ടികളെ ഉപദ്രവിക്കുന്നു. ഇതെല്ലാം വളരെ ഗൗരവമായ വിഷയമാണ്. അങ്ങനെ വരാതിരിക്കാൻ സമരക്കാരും ശ്രദ്ധിക്കണം, ഗവൺമെൻറ്റും സീരിയസ് ആയി ആ വിഷയത്തിൽ ഇടപെടണം.